കൈതപ്രം കൊലപാതകം കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള വ്യക്തിവിരോധം മൂലമെന്ന എഫ്ഐആർ പ്രതി സന്തോഷിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. വെടിയേറ്റ് മരിച്ച രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കും. ചോദ്യം ചെയ്യൽ തുടരുകയാണെന്ന് SP അനൂജ് അൽവാൾ പറഞ്ഞു. ഇതുവരെ കിട്ടില്ല, നോക്കാം. എന്താണ് മോട്ടീവ് എന്നാണ് ഇപ്പം മനസ്സിലായത്? മോട്ടീവ് പേഴ്സണൽ എനിമിറ്റി തന്നെയാണ്, ബാക്കി പേഴ്സണൽ എനിമിറ്റിയാണ്. ഗണ്ണ് കിട്ടണേ, അത് കിട്ടും, അത് ഞങ്ങൾ നോക്കുന്നുണ്ട്, അന്വേഷിച്ച് കിട്ടും. ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്, അത് അന്വേഷിക്കുന്നുണ്ട്, അത് അന്വേഷിച്ച് പറയാൻ പറ്റും. ഇതുവരെ പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല, അത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ പറയാൻ പറ്റും ഇയാൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തിനു ചെയ്തു. ഫെലിക്സ് ആണ് വിവരങ്ങളുമായുള്ളത്. ഫെലിക്സ്, ഈ കൊലപാതകത്തിന്റെ കാരണം ഇതിനോടകം തന്നെ വ്യക്തമാണ്. കൊല്ലപ്പെട്ട ആളുടെ ഭാര്യയുമായി ഉണ്ടായിരുന്ന സൗഹൃദം വിലക്കപ്പെട്ടതിൽ പ്രകോപിതനായാണ് ഇയാൾ ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. ഈ കുറ്റകൃത്യം ചെയ്ത ആളുടെ പശ്ചാത്തലം എന്താണ്? അഭിലാഷ്, ഈ പ്രതിയായ സന്തോഷ് എന്ന വ്യക്തി, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല അയാൾ പല ജോലികൾ ചെയ്യാറുണ്ട്. അങ്ങനെ പല ജോലികൾ ചെയ്യുന്നതിനിടയിൽ അയാൾക്ക് തോക്ക് കിട്ടിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള സംഘത്തിൽ ഇയാളുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പരിശീലനത്തിൽ പങ്കെടുക്കുകയും തോക്ക് ഉപയോഗിക്കാനുള്ള പരിശീലനം അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ തോക്ക് കണ്ടെത്തുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായി ഡോഗ് സ്ക്വാഡ് ഈ നായ മണം പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കൈതപ്രത്തെ വണ്ണാത്തിപ്പുഴയുടെ തീരമാണ്. വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീട്, അതായത് കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വെടിയേറ്റ് കിടന്ന ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ മാറിയാണ് വണ്ണാത്തിപ്പുഴയുള്ളത്. ഇത് വണ്ണാത്തിപ്പുഴയാണ്. അപ്പോൾ അതിൻ്റെ തീരത്തായിട്ടാണ് ഇപ്പോൾ മണം പിടിച്ച് നായ എത്തിയിട്ടുള്ളത്. ഇവിടെ എവിടെയോ ഈ തോക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം എന്നതാണ് ഇപ്പോഴത്തെ സംശയം. നായ ഇപ്പോൾ ആ വശത്തേക്ക് കുറച്ചുകൂടി ഈ വണ്ണാത്തിപ്പുഴയുടെ തീരത്തുകൂടി പോകുന്നുണ്ട്. പക്ഷേ തോക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പലയിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഈ പറയുന്ന പ്രതിയുടെ വസ്ത്രം അത് മണപ്പിച്ചുകൊണ്ടാണ് നായ ഇങ്ങനെ ഈ വഴിക്കൂടെ, അതായത് വണ്ണാത്തിപ്പുഴയുടെ തീരത്തുകൂടി ഇങ്ങനെ പോകുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഈ തോക്ക് ഒളിപ്പിച്ചിട്ടുണ്ടാകാം എന്ന സംശയമാണ് പോലീസിനുള്ളത്. കാരണം ഈ പ്രതി ഈ കൃത്യം നടത്തിയതിനു ശേഷം ഈ വീട്ടിൽ നിന്നും ഈ വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്ക് പോയതായി കണ്ടവരും ഉണ്ട്. അവിടെ നിന്നാണ് പിന്നീട് തോക്ക് ഒളിപ്പിച്ച ശേഷം ഇയാൾ തിരികെ മടങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊക്കെ തന്നെ പോലീസ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് ഉള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. പക്ഷേ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഇപ്പോൾ ഇങ്ങനെ നായ മണം പിടിച്ച് വന്ന സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെയും തോക്ക് ഇയാൾ എവിടെ ഒളിപ്പിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തോക്കാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത്. ആ തെളിവ് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൃത്യത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെടുക്കുക എന്നത് അത് കേസിൽ വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിനൊപ്പം തന്നെ തുടരുക ഫെലിക്സ്. കാരണം ഇപ്പോൾ പോലീസ് നായ നമുക്ക് കാണാം. പോലീസ് നായ ഇപ്പോൾ ആ തോക്ക് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതി സന്തോഷിന്റെ വസ്ത്രം മണത്തതിന് ശേഷം പോയിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ കാണുന്നത് തോക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശോധനയാണ്. പോലീസ് നായ മണം പിടിച്ച് എത്തിയിട്ടുള്ളത് ആ വണ്ണാത്തിപ്പുഴയുടെ തീരത്തേക്കാണ്. അവിടെ നിന്നാണ് നോക്കുന്നത്. മുൻകൂട്ടി കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് സന്തോഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാണ്. വളരെ കൃത്യമായ ഒരു തീരുമാനമെടുക്കുന്നു, അതനുസരിച്ച് നടപ്പാക്കും, നെഞ്ചിൽ തന്നെ വെടിവെക്കും എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ സന്തോഷിന്റെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നായ വസ്ത്രം മണത്തതിന് ശേഷം ഒരിടത്ത് വന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതുവഴി സന്തോഷ് പോയത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിസര പ്രദേശത്ത് എവിടെ നിന്നെങ്കിലും ഇത് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശോധനയിലാണ് ഇപ്പോൾ പോലീസ്. ഫെലിക്സ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി കരുതിക്കൂട്ടി ഇത്തരമൊരു തോക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൊലപാതകം നടക്കുന്നു എങ്കിൽ ആ ആയുധം കണ്ടെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എന്തായാലും പ്രതി സ്വീകരിച്ച് കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ തോക്കിനെ കുറിച്ച് ഇതുവരെ ഒന്നുമേ പറയാതിരിക്കുന്നത്.
തീർച്ചയായിട്ടും മാർഷൽ, ഇതിപ്പോൾ തോക്ക് ഈ പുഴയുടെ തീരത്ത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഈ കൃത്യം നടത്തിയ ശേഷം ആ വീട്ടിൽ നിന്നും വളരെ അടുത്താണ് ഈ വണ്ണാത്തിപ്പുഴയുള്ളത്. ആ പുഴയുടെ തീരത്തേക്ക് ഇയാൾ നടന്നു വരുന്നത് കണ്ടവരുമുണ്ട്. അങ്ങനെ വന്ന് ഇവിടെ എത്തി ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ ഈ വഴിക്ക് അയാൾ പോയതിൻ്റെയും ഈ വഴിയിലൂടെ അയാൾ തിരിച്ചു വന്നതിൻ്റെയും ദൃക്സാക്ഷികളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നറിയാം. പക്ഷെ അത് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നായ ഇവിടെ വരെയും മണത്തെത്തി അവിടെ നിന്നും നായ തിരികെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കാണാം എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ നായ മണത്ത് എത്തിയ സ്ഥലത്ത് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ വലിയ ഈ വണ്ണാത്തിപ്പുഴയുടെ തീരം, കൈതപ്പുറത്തെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് ഈ കാടുകളൊക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപക്ഷെ ഒളിപ്പിച്ച് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തി ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നു, തെരച്ചിൽ നടത്തുകയാണ്. അപ്പോൾ പോലീസുകാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരെല്ലാവരും ചേർന്ന് ഈ പരിശോധന തുടരുന്നുണ്ട്. ഏതായാലും വളരെ നിർണായകമാണ് ഈ തോക്ക് കണ്ടെത്തുക എന്നത്. മാത്രമല്ല ഈ പറയുന്ന മീൻ പിടിക്കാനൊക്കെ വൈകുന്നേരങ്ങളിൽ മീൻ പിടിക്കാനൊക്കെ ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ തോക്ക് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ പന്നിയെ വെടിവെക്കാൻ വേണ്ടി പലർക്കും ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അല്ലാത്ത തോക്കുണ്ട്. അങ്ങനെ തോക്ക് സുലഭമായിട്ടുള്ള ഒരു പ്രദേശമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തോക്ക്, ഒന്നിൽ കൂടുതൽ തോക്കുകൾ കൈവശമുള്ള ആൾക്കാർ വരെ ഉണ്ട്. അതുകൊണ്ട് ഈ തോക്കിൽ നിന്നാണ് ഈ വെടി കൊണ്ടത് എന്നൊക്കെ തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടിയുള്ള പരിശോധന നടക്കുന്നത്. നാട്ടുകാർ പൊതുവെ എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ഈ സന്തോഷിൻ്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഈ തോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഷാർപ്പ് ഷൂട്ടറായിട്ട് പന്നിയെ വെടിവെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്ന ആളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പ്രതികരണം വരുന്നുണ്ടോ? മാർഷല്, ഇയാളുടെ വീട് പെരുമ്പടം എന്ന സ്ഥലത്താണ്. പെരുമ്പടം എന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇയാൾ കൊല്ലപ്പെട്ട സ്ഥലം കൈതപ്പുറം, ഇവിടെ നിന്നും ഒരു 10-15 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് അയാളുടെ സ്വദേശം. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന സന്തോഷ് എന്ന പ്രതിയെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഈ പറയുന്ന രാധാകൃഷ്ണൻ, കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. മാത്രമല്ല ഈ പറയുന്ന ഒരു സമയത്ത് നമ്മൾ തന്നെ ഇവിടെ എത്തുകയും, അതായത് ഈ കർഷകരെ സംരക്ഷിക്കാൻ ഇങ്ങനെയൊരു കർഷക രക്ഷാ സേന എന്ന കാട്ടുപന്നി വെടിവെച്ച് കൊല്ലാനുള്ളൊരു സേനയെ രൂപീകരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ ഒരു തവണ വാർത്ത ചെയ്തിരുന്നു. ആ വാർത്ത നമ്മൾ ചെയ്തത് മയ്യിൽ പഞ്ചായത്തിലാണ്. അപ്പോൾ മയ്യിൽ പഞ്ചായത്തിൽ നമ്മൾ ആ വാർത്ത ചെയ്യുന്ന സമയത്ത് അവിടെ സന്തോഷ് ഉണ്ടായിരുന്നു. തോക്കുമായി സന്തോഷിനും കൂടെ മറ്റ് 17 പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ കണ്ട് ആ പരിശോധനകളൊക്കെ നമ്മൾ നടത്തിയതാണ്. അപ്പോൾ അന്നും സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ